പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭരണകക്ഷി എം എൽ എയും പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിട്ടുള്ള ശ്രീ PV അൻവർ ഉയർത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ പ്രത്യാഘാതങ്ങൾ കെട്ടടങ്ങുകയല്ല, ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതം CPM-നകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ വിഷയമായി ഇത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഈ പറഞ്ഞ പോലെ വാട്ടർലൂ ആകുമോ ഈ സംഭവങ്ങൾ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരുന്നല്ലോ. അതിന് പുറത്ത് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള 2 പേർക്കെതിരായിട്ട് ഈ വിവാദങ്ങൾ ഉയർന്നു വന്നത് എന്ന് ചിന്തിക്കുന്നവർ കുറവല്ല. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പിണറായി വിജയനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പരാജയം കഴിഞ്ഞ സമയത്തും പിണറായി വിജയനെതിരായിട്ടായിരുന്നു രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. CPI-ക്കകത്ത് ഉയർന്നു വന്നു. അപ്പോൾ ആ നിലയിൽ വലിയ തോതിൽ പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശന ശരങ്ങൾ ഇങ്ങനെ എയ്തുകൊണ്ടിരിക്കുകയാണ് പല കോണുകളിൽ നിന്നും. സുഹൃത്തുക്കൾ, ഇതൊക്കെ നടക്കുമ്പോഴും പിണറായി വിജയൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അക്കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, നമുക്ക് ഓർമ്മയുണ്ടാവും 2017 ഓഗസ്റ്റ് 23 ആണ് പിണറായി വിജയനെ ലാവലിൻ കേസിൽ നിന്ന് കേരള ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. പിണറായി വിജയൻ, K. മോഹനചന്ദ്രൻ, A. ഫ്രാൻസിസ് എന്ന് പറയുന്ന 3 പേർ. അന്നത്തെ ഊർജ്ജ വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അന്നത്തെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന K. മോഹനചന്ദ്രൻ, അന്നത്തെ ഊർജ്ജ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന A. ഫ്രാൻസിസ്, അവർ 3 പേരെയും കുറ്റവിമുക്തരാക്കുകയും 3 കീഴുദ്യോഗസ്ഥർ, കസ്തൂരി രംഗൻ, അങ്ങനെയൊക്കെ ഒരു 2-3, A. ശിവദാസൻ എന്നൊക്കെ പറയുന്ന രാജശേഖരൻ നായർ എന്ന് പറഞ്ഞ 3 ഉദ്യോഗസ്ഥന്മാരെ വിചാരണയ്ക്ക് വിടുകയും ചെയ്യുന്ന ഒരു വിധി 2017 ഏപ്രിൽ 23 കേരള ഹൈക്കോടതിയിൽ നിന്ന് വരിക. ആ വിധി പ്രഖ്യാപിച്ച ഇത് ഒരു സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിരുന്നു. അയാളുടെ പേര് P. ഉബൈദ് എന്നാണ്. ആ P. ഉബൈദാണ് 2017 പിണറായി വിജയനെ ഈ ലാവലിൻ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയത്. ആ വിധി സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതിന് ഏതാണ്ടൊരു എനിക്ക് 2004-5 വർഷങ്ങൾക്ക് മുമ്പ് CBI കോടതി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരുന്നു. അതിൽ നിന്ന് അത് പിന്നെ CBI അപ്പീൽ പോയപ്പോഴാണ് ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഈ 3 പേരെ കുറ്റവിമുക്തരാക്കിയത്. അതിൻ്റെ വിധി കൊണ്ടുവന്നത് P. ഉബൈദാണ്. ആ വിധി നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ വിമർശന വിധേയമായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് വന്ന ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച എന്താണെന്നറിയാമോ? ആ ചർച്ചയെന്ന് പറയുന്നത് പിണറായി വിജയനെ ഈ ലാവലിൻ കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിയ P. ഉബൈദ് എന്ന് പറഞ്ഞ ആ ന്യായാധിപനെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി പിണറായി വിജയൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിയമിച്ചു. ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. അതിൻ്റെ അധ്യക്ഷനായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ P. ഉബൈദിനെ നിയമിക്കുകയുണ്ടായി. അന്നും വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു. കാരണം പിണറായി വിജയനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജഡ്ജിനെ ഒരു ക്വിഡ് പ്രോ ക്വോ എന്നുള്ള നിലയിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയതിന് പകരമായി പിണറായി വിജയൻ കൊടുത്ത പാരിതോഷികമാണ് ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷ സ്ഥാനം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ അന്ന് സജീവമായി നടക്കുകയുണ്ടായി. അത് ഞാനും അതിനെക്കുറിച്ചൊരു വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായി. അതിന് പിന്നെ എന്തൊക്കെയോ ചില്ലറ പ്രതികരണങ്ങളൊക്കെ വന്നു. അതെന്തോ ഹൈക്കോടതി അംഗീകരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നു. പക്ഷേ ഹൈക്കോടതി അംഗീകരിച്ചതാണെങ്കിൽ പോലും പിണറായി വിജയനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജഡ്ജിനെ വെച്ചു എന്ന് പറയുന്നതും അത് പിണറായി വിജയൻ തന്നെ ആ ഉത്തരവിൽ ഒപ്പിട്ടു എന്ന് പറയുമ്പോഴും ആ ബന്ധം ക്ലിയർ ആണല്ലോ. പിണറായി വിജയൻ്റെ യഥാർത്ഥത്തിൽ ആ ഉത്തരവിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ്. കാരണം തന്നെ രക്ഷപ്പെടുത്തിയ ജഡ്ജാണെന്നുള്ള ആരോപണം വരും എന്നുള്ളതുകൊണ്ട് ഒപ്പിടാതിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനാണ്, നമുക്കറിയാമല്ലോ, ഒരു തത്വദിശയില്ലാത്ത മനുഷ്യനായതുകൊണ്ട് അയാൾ ഒപ്പിട്ടു. അന്ന് ആ വാദം അന്ന് ഉയർന്നു കേട്ടത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പല വിവാദങ്ങളും കത്തിക്കയറുന്നതിനിടയിൽ പിണറായി വിജയൻ വളരെ ഈ പറഞ്ഞ പോലെ ആരും അറിയാതെ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഈ ഉബൈദിനെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ മുറയ്ക്കു തന്നെ കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നു. കാപ്പ എന്ന് പറഞ്ഞിട്ടൊരു നിയമമുണ്ടല്ലോ. അപ്പോൾ അതിനൊരു അഡ്വൈസറി ബോർഡ് ചെയർമാനുണ്ട്. അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഇയാളെ നിയമിച്ചിരിക്കുന്നു.
അപ്പോൾ ഇയാളും പിന്നെ ഇയാളുടെ ആകെപ്പാടെയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾക്ക് പാർട്ടി ബന്ധം അങ്ങനെയൊന്നുള്ള ഒരാളൊന്നും അല്ല പി ഉബൈദ്. അയാൾ ആകെപ്പാടെയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കേസിൽ നിന്ന് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളത്. രക്ഷപ്പെടുത്തിയ അയാളെ പിണറായി വിജയൻ ആദ്യം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അപ്പലേറ്റ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കുന്നു. നിയമിച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞ മുറയ്ക്ക് തന്നെ കാപ്പ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി നിയമിക്കുന്നു. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ജഡ്ജായിരുന്നു. അനിൽകുമാർ എന്ന് പറഞ്ഞ ജഡ്ജിനെ ലോകായുക്തയായി നിയമിച്ചപ്പോഴത്തേക്കും ഈ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സ്ഥാനത്തേക്ക് പി ഉബൈദിനെ കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? പിണറായി വിജയൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ വിവാദങ്ങളും ഈ അഴിമതി ആരോപണങ്ങളും ഇതൊന്നും പിണറായി വിജയനെ ബാധിക്കുന്നില്ല. തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളെ ഒരു സ്ഥാനം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥാനത്തേക്ക് പിണറായി വിജയൻ കയറ്റി വെക്കുകയാണ്. അപ്പോൾ എങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇയാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയാളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് വെച്ചു. ആ സ്ഥാനം തീർന്ന മുറയ്ക്ക് തന്നെ അടുത്തതിൽ അയാൾ വെക്കുകയാണ്. ഇതാണ് പിണറായി വിജയൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതിനൊരു പാരിതോഷികം കൊടുക്കണ്ടേ? ആ പാരിതോഷികം കൊടുത്ത് അത് തീർന്ന മുറയ്ക്ക് വീണ്ടും പാരിതോഷികങ്ങൾ കൊടുക്കുകയാണ് ഈ പി ഉബൈദിന് എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് പിണറായി വിജയനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അഴിമതി ആരോപണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ തന്നെ സഹായിച്ചവരെ തിരിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി ഉബൈദ് എന്ന് പറയുന്ന തന്നെ ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജഡ്ജിക്ക് ഒരു സ്ഥാനം തീർന്നപ്പോൾ വേറൊരു സ്ഥാനവും കൂടി നൽകിയിരിക്കുന്നത് എന്നത് നമ്മൾ ഈ തിരക്കിനിടയിലും കാണാതെ പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്.